രഹസ്യമായി ഈ പദ്ധതി PM ശ്രീ നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നതുകൂടിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും ആരോപണം. വി അരുണുണ്ട്. അരുൺ, മുൻ സർക്കാരിനെയും ഇപ്പോഴത്തെ സർക്കാരിനെയും കുഴയ്ക്കുന്ന വിഷയമാണ് യഥാർത്ഥത്തിൽ PM ശ്രീ. ഈ വിഷയത്തിൽ പ്രതിപക്ഷം എന്ത് നിലപാടെടുത്തു? അതിന് യഥാർത്ഥത്തിൽ ഇന്ന് സർക്കാരിൻ്റെ മറുപടി പൂർണ്ണാർത്ഥത്തിൽ എങ്ങനെയായിരുന്നു? എന്താണ് ഇന്ന് സഭയിൽ കണ്ടത്? കഴിഞ്ഞ ഇടതു സർക്കാരിനെയും ഇപ്പോഴത്തെ UDF സർക്കാരിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്ന PM ശ്രീയാണ് ഇന്ന് പ്രതിപക്ഷം റൂൾ 50 നോട്ടീസായി സഭയിൽ കൊണ്ടുവന്നത്. അതിലെ ആശങ്കകൾ ചർച്ച ചെയ്യണമെന്നായിരുന്നു P. പ്രസാദിന്റെ നോട്ടീസിലെ പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ എല്ലാം ചെയ്തത് LDF സർക്കാരാണ്, എന്നിട്ട് എന്തിന് UDF സർക്കാരിനെ പഴിചാരുന്നു എന്ന ചോദ്യമാണ് ഭരണപക്ഷം N. ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വച്ചത്. 17/5/2025 ധാരണാപത്രം ഒപ്പിട്ടത്. അതിനു മുമ്പ് ഈ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തയ്യാറാണെന്ന് 2024 തന്നെ 24 മാർച്ച് 30 അന്നത്തെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി റാണി ജോർജ് കേന്ദ്രത്തിന് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിരുന്നു. 2024-25 അധ്യയന വർഷം അവസാനിക്കും മുമ്പ് കരാറിൽ ഒപ്പിടാമെന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ കത്ത്. പിന്നീട് PM ശ്രീ പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയും പദ്ധതി നടപ്പാക്കാമെന്ന് 17/7/24 2024 റിപ്പോർട്ട് നൽകി. അതിനുശേഷമാണ് ഇരുട്ടിന്റെ മറവിൽ 17/10/2025 അന്ന് മന്ത്രിസഭയെ പോലും അറിയിക്കാതെ മുന്നണിയിൽ പോലും അറിയിക്കാതെ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടുകൂടി കരാർ ഒപ്പിട്ടതെന്ന് M. ഷംസുദ്ദീൻ വിമർശിച്ചു. നിങ്ങളുടെ സർക്കാർ ചെയ്തതല്ലാതെ ഒന്നും ഈ സർക്കാർ ഈ വിഷയത്തിൽ ചെയ്തിട്ടില്ല. 92.27 കോടി രൂപ കരാർ ഒപ്പിട്ട ശേഷം സംസ്ഥാനം വാങ്ങിയെടുത്തു. എന്നിട്ട് എന്തിനാണ് ഈ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ചോദ്യമാണ് ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി പ്രതിപക്ഷത്തോട്, നേരത്തെയുള്ള ഭരണപക്ഷത്തോട് ചോദിച്ചത്. നിങ്ങൾ ചെയ്തതുപോലെ നിഗൂഢമായ ഒരു പ്രവൃത്തിയും ഞങ്ങൾ നടത്തിയിട്ടില്ല, ഒരു കരാറിലും ഒപ്പിട്ടിട്ടില്ല, മാത്രമല്ല മന്ത്രിസഭയിലും കരാറിലും അറിയിക്കാതെ ഒരു നീക്കവും ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന് ഷംസുദ്ദീൻ ആരോപിച്ചു. ഇതിന് മറുപടി പറഞ്ഞ പ്രസാദ് നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് 12/11/25 ഈ പദ്ധതി മരവിപ്പിക്കുകയാണെന്ന് കാട്ടി ഞങ്ങൾ കത്തയച്ചു. കരാർ റദ്ദു ചെയ്യുന്നുവെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന ആരോപണത്തെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഉപസമിതി തീരുമാനിച്ചെങ്കിലും ഒരു ഉപസമിതി യോഗം പോലും ചേർന്നില്ല എന്ന് ഷംസുദ്ദീൻ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ എന്തിനാണ് ഷംസുദ്ദീൻ ഇങ്ങനെ അബദ്ധം പറയുന്നത്? 2024 കത്ത് എന്തിനാണ് ചൂണ്ടിക്കാട്ടുന്നത്? 2025 തന്നെ ഒരു കത്ത് കേന്ദ്രം 2026 മെയ് 8 കേന്ദ്രം നൽകിയ കത്തിനെ കുറിച്ച് എന്തുകൊണ്ട് ഷംസുദ്ദീൻ മിണ്ടുന്നില്ല? RSSന്റെ പെറ്റ് പ്രോജക്റ്റാണ് ഈ PM ശ്രീ എന്ന് പറഞ്ഞത്. നിയമസഭയിൽ പറഞ്ഞത് മാത്യു കുഴൽനാടനാണ്. അത്തരത്തിലൊരു പെറ്റ് പ്രോജക്റ്റ് നടപ്പാക്കാൻ എന്തിനാണ് UDF സർക്കാർ ശ്രമിക്കുന്നത്? എന്തിനുള്ള താല്പര്യമാണ് അവർ കാട്ടുന്നത്? PM ശ്രീ അറബിക്കടലിൽ അറിയുമെന്ന് പറഞ്ഞവർ തന്നെ അതിപ്പോൾ നടപ്പാക്കുന്നു. 2026 മെയ് 8 നൽകിയ കത്തിനെ കുറിച്ച് ഷംസുദ്ദീൻ മൗനം പാലിക്കുന്നത് എന്തിനെന്ന ചോദ്യവും P. പ്രസാദ് ചോദിച്ചു. എന്നാൽ നേരത്തെ ഉള്ള ആരോപണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഷംസുദ്ദീൻ വീണ്ടും മറുപടി പറഞ്ഞത്. അദ്ദേഹം ഒരു ഉറപ്പാണ് സഭയ്ക്ക് നൽകിയത്. സംസ്ഥാന താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് RSSന്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല. ഉപസമിതി തീരുമാനം വരട്ടെ, അതിനുശേഷം ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കാം എന്നാണ് ഷംസുദ്ദീൻ വ്യക്തമാക്കിയത്. ഏതായാലും അതിനുശേഷം സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും രൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചത്. അറബിക്കടലിൽ എറിയുമെന്ന് പറയുന്നവർ ഇപ്പോൾ എന്തു പറയുന്നു? LDF സർക്കാർ മരവിപ്പിച്ച പദ്ധതിയാണ് അന്ന്, എന്നിട്ട് എന്തിനാണ് ഇപ്പോൾ പദ്ധതി മുന്നോട്ട് പോകുമെന്ന് പ്രതിപക്ഷവും ചോദിച്ചു. ഏതായാലും സർക്കാരിന്റെ മറുപടി തൃപ്തരാകാതെ പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങുകയായിരുന്നു. സർക്കാരിന്റെ ലജ്ജാകരമായ കീഴടങ്ങൽ എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. PM ശ്രീയിലാണ് ഇന്ന് വിവാദങ്ങൾ സഭയിലുണ്ടായത്. ഇതിൽ കൊടുത്തും ഒപ്പം തന്നെ പ്രതിരോധിച്ചും പ്രതിപക്ഷങ്ങൾ സഭയിൽ കടന്നിറങ്ങി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.